അമ്മയെ എൻ്റെ കൂടെ അയക്കാൻ നിനക്ക് കഴിയുമോയെന്ന് അഭി ചോദിക്കുമ്പോൾ ജാനകി പറയും കഴിയും, എനിക്ക് കഴിയുക അബിയേട്ടാ. ആ വാക്ക് തന്നെ അഭിക്ക് വലിയ സന്തോഷമാവും. ജാനകി പറയും അബിയേട്ടൻ നിരഞ്ജനെ വിളിച്ച് പറ, അമ്മ കോടതിയിലെത്തി മൊഴി കൊടുക്കുമെന്ന്. ജാനകി പോയിട്ട് അമ്മയുടെ കാലിൽ വീണിട്ട് പറയാം, ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അമ്മേ. അമ്മ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ജാനകി കേസിലെ സാക്ഷികളൊന്നും വരാത്ത കാര്യങ്ങളൊക്കെ പറയാം. സ്വന്തം മകളാണ് എന്നറിഞ്ഞിട്ടും എന്നെ കൊല്ലാൻ നോക്കിയ ആളാ തമ്പി. ഇത്രയും ക്രൂരനായ ഒരാളെ വെറുതെ വിട്ടുകൂടാ. അമ്മയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്നല്ല ആഗ്രഹം. ഈ കേസിൽ അയാൾ രക്ഷപ്പെട്ടു പോയാൽ എല്ലാം അവസാനിച്ചു എന്നല്ല അർത്ഥം. അയാളുടെ മകളായിട്ട് ജീവിക്കാൻ എന്നെ അയാൾ അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നും അയാൾക്കൊരു ഭീഷണി തന്നെയാണ്. എന്നെ കൊന്നുകളയാൻ പോലും അയാൾ മടിക്കില്ല. അതിനു മുമ്പ് അയാളെ ജയിലിലടയ്ക്കണം. അതിന് അമ്മയ്ക്കേ കഴിയൂ. അമ്മയുടെ മകളെ ജീവിച്ചിരിക്കണമെങ്കിൽ അമ്മ തന്നെ മനസ്സ് കാണിക്കണം. അഭിയും വന്ന് പറയും അമ്മ കോടതി ഹാളിൽ വന്ന് മൊഴി കൊടുക്കണ്ട, ജഡ്ജിനെ നേരിട്ട് കണ്ട് മൊഴി കൊടുക്കാം, അതിനുള്ള കാര്യം നിരഞ്ജനയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അമ്മ വരുന്നത് ജഡ്ജിൻ്റെ മുന്നിലേക്കാണ്. ആ മുറിയിൽ ജഡ്ജി മാത്രമേ ഉണ്ടാവൂ. ഒടുവിൽ വരാമെന്ന് അമ്മ സമ്മതിക്കുകയാണ്. അപർണ തമ്പിയോട് പറയും അച്ഛാ, അഭി ഒളിച്ചോടിയതല്ല, വേറെ ഏതെങ്കിലും സാക്ഷിയെ കൊണ്ടുവരാൻ പോയതാണോ എന്ന് ചോദിക്കും. തമ്പി പറയും അവനും വേണം ഇവിടെ എന്ന് പറയും. അവൻ ഇനി എന്ത് സാക്ഷിയെ കൊണ്ടുവരാനാ? അഭി അമ്മയും കൊണ്ട് അവിടേക്ക് വരികയാണ്. നിരഞ്ജന ഓടി വന്ന് പറയും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് രഹസ്യമായിട്ടാണ് മൊഴിയെടുക്കുക. നമുക്ക് ഈ കേസ് ജയിക്കണം അമ്മേ. തമ്പിയുടെ മകളുടെ അഹങ്കാരം ഇല്ലാതാക്കണം. തമ്പി ഒരു അഹങ്കാരത്തോടെ അജയോട് ഇങ്ങനെ പറയാം, തമ്പിയോട് അവരുടെയൊക്കെ കളിയുന്നു. ആ സമയത്ത് അമ്മയും അഭിയൊക്കെ കൂടി അങ്ങോട്ട് വരുമ്പോൾ അമ്മയെ കണ്ടിട്ട് തമ്പി തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപർണ തമ്പിയോട് പറയും ഈ സ്ത്രീയാണ് അച്ഛാ രാധാമണി വാരസ്യാരെ. അജയ് കോടതി മുറി വെച്ചിട്ടേ ഇവരെ പൊളിച്ചടക്കണം, ഒരു കാരുണ്യം കാണിക്കരുത്. അജയ് പറയും കോടതിയിലേക്ക് ഈ കേസ് പരിഗണിക്കുന്നില്ല. ജഡ്ജിയുടെ റൂമിൽ വെച്ചിട്ട് ആ സ്ത്രീ രഹസ്യമായിട്ട് മൊഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രാധാമണി വാരസ്യാരെ എന്ന പേര് പോലും പറയാൻ പറ്റില്ല. ഇനി പറയേണ്ടത് ഇര എന്നാണ്. അങ്കിള് വേട്ടക്കാരൻ. ഒരു നിമിഷം പോലും വൈകാതെ അങ്കിള് വരുന്നത് രക്ഷപ്പെടണം. ഏതെങ്കിലും രഹസ്യ സങ്കേതത്തിലേക്ക് മാറിക്കോ. ഇര പ്രതിയുടെ പേര് പറഞ്ഞാൽ ആ നിമിഷം അറസ്റ്റ് ഉണ്ടാവും. അപർണ പറയും അച്ഛൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് പറയും. പക്ഷെ തമ്പി വലിയ വീരവാദമൊക്കെ പറയും, ഞാനങ്ങനെ പോകുന്നില്ല എന്ന് പറയും. ജഡ്ജിയുടെ ചേംബറിൽ ജഡ്ജി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാധാമണി അറിയില്ല, ഞാനതൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ പറയും. ജാനകി വീട്ടിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് തവണ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതും കരഞ്ഞതുമൊക്കെ. കോടതിയിൽ നിന്ന് ആ കേസ് തള്ളിയതായിട്ട് പറയും. ഇത് കേട്ടിട്ട് തമ്പി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപർണ പറയും അച്ഛൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നു.